പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. സ്തോത്രം, 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 സ്തോത്രം. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ തിരുനാമം ഈ അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമുക്ക് ഒരുമിച്ച് 2026 ഫെബ്രുവരി മാസം 1-ാം തീയതി ആമേൻ ഞായറാഴ്ച പ്രഭാതത്തിൽ നമ്മുടെ പ്രാർത്ഥനയുടെയും ഉപവാസത്തിൻ്റെയും ആരംഭ ദിവസത്തിൽ കർത്താവിനെ ആരാധിക്കുവാൻ, സ്തുതിക്കുവാൻ നമ്മുടെ സ്വർഗീയ പിതാവ് നമുക്ക് ഒരുക്കി തന്നിരിക്കുന്ന നല്ല സമയത്തിനായിട്ട് നമുക്ക് നന്ദിയോടെ സ്തോത്രം ചെയ്യാം. കരങ്ങളെ ഒന്ന് ഉയർത്തിപ്പിടിച്ചിട്ട് ഈ നല്ല കർത്താവിനൊന്ന് സ്തോത്രം പറഞ്ഞ് സ്തോത്രം, 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 സ്തോത്രം. കഴിഞ്ഞ പകൽക്കാലം മുഴുവൻ കർത്താവ് നമ്മളെ കാത്തുപരിപാലിച്ചില്ല. ഓർത്ത് നോക്കി എത്ര അത്ഭുതകരമായിട്ട് കർത്താവ് നമ്മളെ നടത്തിയത്. കരം ഉയർത്തിപ്പിടിച്ചിട്ട് കഴിഞ്ഞ മാസം നടത്തിയ കർത്താവിന്, കഴിഞ്ഞ പകൽക്കാലം നടത്തിയ കർത്താവിന് സ്തോത്രം ചെയ്താട്ടെ. സ്തോത്രം, 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 സ്തോത്രം. കഴിഞ്ഞ രാത്രികാലം നല്ല ഉറക്കം തന്നതിന് കരം ഉയർത്തി സ്തോത്രം പറഞ്ഞേ. സ്തോത്രം, 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 സ്തോത്രം. ആരോഗ്യത്തോടെ സൗഖ്യത്തോടെ രാവിലെ ഉണർത്തിയതിനായിട്ട് കർത്താവിന് സ്തോത്രം പറഞ്ഞാട്ടെ. സ്തോത്രം, 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 സ്തോത്രം. ഈ പകൽക്കാലം ക്രിസ്തയേശുവിൽ നമ്മളെ ജയത്തോടെ നടത്തുന്ന ദൈവത്തിന് കരം ഉയർത്തി പിടിച്ചുകൊണ്ട് പറയാം, കർത്താവെ നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, 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 സ്തോത്രം. യഹോവ നല്ലവനാകുന്നു, കർത്താവിൻ്റെ ദയ ഇന്നും എന്നേക്കുമുള്ളതാണ്. കരം ഉയർത്തി പറഞ്ഞ് യഹോവ നല്ലവനാകുന്നു, കർത്താവിൻ്റെ ദയ ഇന്നും എന്നേക്കുമുള്ളത്. ഒരിക്കലൂടെ പറ, എൻ്റെ കർത്താവ് നല്ലവനാകുന്നു, കർത്താവിൻ്റെ ദയ ഇന്നും എന്നേക്കുമുള്ളതാകുന്നു. നമുക്ക് സന്തോഷത്തോടെ ദൈവത്തിന് സ്തോത്രം പറയാം. കഴിഞ്ഞ ഒരു മാസക്കാലം നമ്മളെ നടത്തിയ ജാനുവരി മാസത്തിൽ 31 ദിവസങ്ങൾ നമ്മളെ അത്ഭുതമായി നടത്തിയ കർത്താവിന് കരം ഉയർത്തി 7 പ്രാവശ്യം ഒന്ന് സ്തോത്രം പറയാം. നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, 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 സ്തോത്രം. അങ്ങ് നല്ലവനാകുന്നു, അങ്ങയുടെ ദയ ഇന്നും എന്നേക്കുമുള്ളതാകുന്നു. കർത്താവെ, ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. പിതാവേ, യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഈ പ്രഭാതത്തിനായിട്ട് സ്തോത്രം. കർത്താവെ, കഴിഞ്ഞ ഒരു മാസക്കാലം ഞങ്ങളെ അത്ഭുതമായി നടത്തിയതിന് സ്തോത്രം. ഞങ്ങളുടെ സകല ആവശ്യങ്ങളിലും കൂട്ടായിട്ടിരുന്നതിന് സ്തോത്രം. ആമേൻ. നല്ല അപ്പയായി കൂടെ ഇരുന്ന് ഞങ്ങളെ നടത്തിയതിന് സ്തോത്രം. നല്ല ഇടയനായി കൂടെ ഇരുന്നതിന് സ്തോത്രം. നല്ല വൈദ്യനായി കൂടെ ഇരുന്നതിന് സ്തോത്രം. നല്ല ആലോചനക്കാരനായി ഞങ്ങളുടെ കൂടെ ഇരുന്നതിന് സ്തോത്രം. അങ്ങ് ഞങ്ങളുടെ മറവിടമായിരുന്നു, അങ്ങ് ഞങ്ങളുടെ പരിചയമായിരുന്നു. ഞങ്ങളെ മറച്ചു പിടിച്ച് സൂക്ഷിച്ച് കഴിഞ്ഞൊരു മാസക്കാലം നടത്തിയ അങ്ങയുടെ വൻ കൃപകൾക്കായിട്ട് സ്തോത്രം, 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 സ്തോത്രം. അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു, അങ്ങേ സ്തുതിക്കുന്നു, അങ്ങേക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. കർത്താവേ, ഈ പുതിയ മാസത്തിൻ്റെ ആരംഭ പ്രഭാതത്തിൽ ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു, അങ്ങേ സ്തുതിക്കുന്നു, അങ്ങേക്ക് നന്ദി പറയുന്നു. അതേ കർത്താവെ, ഈ പുതിയ മാസത്തെ നോക്കി ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. വിശ്വാസത്താൽ ഞങ്ങൾ കണ്ടുകൊണ്ട് കർത്താവെ ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. ഹല്ലേലൂയ. നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം. ഈ പുതുമാസത്തെ ഞങ്ങൾ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കുകയാണ്. ഇത് അനുഗ്രഹത്തിൻ്റെ മാസമാകിയാൽ സ്തോത്രം. എല്ലാ പരിമിതികളെയും ബ്രേക്ക് ചെയ്ത് മുന്നേറുന്ന ഒരു മാസമാക്കി തീർത്തിരിക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. യേശുവിൻ്റെ നാമത്തിൽ നന്ദി പിതാവേ, യേശുവിൻ്റെ നാമത്തിൽ പിതാവേ അങ്ങേക്ക് നന്ദി. ഈ ഫെബ്രുവരി മാസത്തെ ഞങ്ങൾ അനുഗ്രഹിക്കുന്നു. ഈ ഫെബ്രുവരി മാസത്തിൽ കർത്താവെ, ഈ 28 ദിവസങ്ങളും ഞങ്ങൾക്ക് അനുഗ്രഹത്തിൻ്റെ ദിവസങ്ങളാക്കി കർത്താവ് തീർത്തിരിക്കുന്നതിന് സ്തോത്രം. ഞങ്ങൾ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അതുപോലെ ഈ ശബ്ദം കേൾക്കുന്ന എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കണം. രോഗികൾ സൗഖ്യമാകട്ടെ, ആമേൻ. ആശ്വാസം ലഭിക്കട്ടെ. എല്ലാ അസ്വസ്ഥതകളും യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ മാറിപ്പോകട്ടെ, ആമേൻ. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ രോഗത്തിൻ്റെ ശക്തികൾ വിട്ട് തൻ്റെ കുഞ്ഞുങ്ങൾ സ്വതന്ത്രരാകട്ടെ. പ്രത്യേകിച്ച് ആമേൻ, എല്ലാ വയറിനകത്തുള്ള അസ്വസ്ഥതകളും മാറി സ്വാതന്ത്ര്യം പ്രാപിക്കട്ടെ. മുടി പൊഴിഞ്ഞു പോകുന്നു എന്നുള്ള ആ ബുദ്ധിമുട്ട് മാറട്ടെ. കർത്താവിൻ്റെ അത്ഭുത പ്രവൃത്തി നടക്കുന്നതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. അതുപോലെ ജോലിയില്ലാത്തവർക്ക് ഈ പുതിയ മാസം ജോലി ലഭിക്കട്ടെ. വിവാഹപ്രായമായ കുഞ്ഞുങ്ങളുടെ വിവാഹം നടക്കട്ടെ. സാമ്പത്തികമായ എല്ലാ ബുദ്ധിമുട്ടുകളിൽ നിന്നും വിടുവിക്കണം. എക്സാംസിന് വേണ്ടി പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്ന കുഞ്ഞുങ്ങളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവ് വഴി തുറക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ഇന്ന് കർത്തൃദിവസമാണല്ലോ. ലോകവ്യാപകമായി സഭായോഗങ്ങൾ നടക്കുമ്പോൾ കർത്താവിൻ്റെ കരം പ്രവർത്തിക്കണം. തൻ്റെ അഭിഷക്ത ദാസിദാസന്മാരെ കർത്താവ് ഉപയോഗിക്കണം, മാനിക്കണം, ആദരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ട കർത്താവിന് നന്ദി പറയുന്നു. കർത്താവെ, അതുപോലെ ഇന്ന് തുടങ്ങുന്ന 3 ദിവസത്തെ പ്രാർത്ഥനയും ഉപവാസത്തെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ നാമം മഹിമപ്പെടുവാൻ ഇടവരണം. ഈ പ്രാർത്ഥനയും ഉപവാസവും ഞങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹത്തിന് കാരണമാകട്ടെ. പ്രത്യേകിച്ച് കർത്താവെ, ഞങ്ങളുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ഒരു ആത്മീക നവോത്ഥാനത്തിനും മുന്നേറ്റത്തിനും ഈ ദിവസങ്ങൾ കാരണമായി തീരട്ടെ. പ്രാർത്ഥന കേട്ടതിനായിട്ട് സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. കർത്താവ് നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. വലിയ ദൈവകൃപ നിങ്ങളുടെ എല്ലാവരുടെയും ജീവിതത്തിൽ നിറഞ്ഞു കവിയുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവ് എല്ലാവരെയും സഹായിക്കുന്ന ഒരു പ്രഭാതമായി മാറട്ടെ. പുതിയ മാസത്തിന് വേണ്ടി നമ്മൾ പ്രത്യേകം പ്രാർത്ഥിക്കുകയാണ്. നമുക്കിന്ന് മുതൽ 3 ദിവസത്തെ ഉപവാസവും പ്രാർത്ഥനയുമാണ്. വൈകിട്ട് ഇന്ത്യൻ സമയം 9:30 നമ്മുടെ മീറ്റിംഗ് ആരംഭിക്കും. എല്ലാവരും സന്തോഷത്തോടെ അതിൽ പങ്കെടുക്കുക. ഇന്നലെ നമ്മൾ കേട്ടതുപോലെ മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായം 17-ാം വാക്യത്തിൽ
നമ്മൾ കേട്ടു, നീ ഉപവസിക്കുമ്പോൾ നിൻ്റെ ഉപവാസം മനുഷ്യർക്കല്ല. അതിൻ്റെ അർത്ഥം ഉപവാസം മാൻഡേറ്ററി ആണ്, കർത്താവ് ആഗ്രഹിക്കുന്ന കാര്യമാണ്. ദൈവമക്കൾ ഉപവസിക്കുക എന്നുള്ളത്. ഇന്നലെ നമ്മൾ അതിനെക്കുറിച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചു. ഇന്ന് വീണ്ടും ഉപവാസവുമായിട്ടുള്ള ബന്ധത്തിൽ എങ്ങനെ നമ്മൾ ഉപവസിക്കണം, എന്തുകൊണ്ടാണ് ഉപവസിക്കുന്നത് എന്നുള്ള കാര്യം കൂടെ ചിന്തിച്ച്. കാരണം നമ്മൾ പലരും ഉപവസിക്കുമ്പോൾ ആഹാരം മാറ്റി വെക്കാറുണ്ടെങ്കിൽ പോലും അതൊരു സത്യാഗ്രഹം പോലെ, നിരാഹാര സത്യാഗ്രഹം പോലെയാണ്. ബൈബിൾ വായിക്കത്തില്ല, പ്രാർത്ഥിക്കത്തില്ല, കർത്താവുമായിട്ടുള്ള ബന്ധത്തിൽ വളരെ അടുത്ത് നിൽക്കാറില്ല. പക്ഷേ ഉപവസിക്കുക എന്ന വാക്കിൻ്റെ അർത്ഥം കൂടെ വസിക്കുക എന്നാണ്. ആമേൻ. അപ്പം നമ്മളൊരു 3 ദിവസത്തെ ഒരു റിട്രീറ്റാണ്. അതായത് നമ്മൾ പുതിയൊരു മാസത്തിലേക്ക് കയറുമ്പോൾ അതിൻ്റെ ആരംഭ ദിവസങ്ങൾ കർത്താവിൻ്റെ സന്നിധിയിൽ നമ്മൾ സമയം മാറ്റിവെക്കുക. നമ്മൾ ഇന്നലെ പറഞ്ഞതുപോലെ നമ്മൾ ഡിസിപ്ലിൻ ചെയ്ത് സമയം മാറ്റിവെക്കുകയാണ്. അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മളങ്ങ് മറന്നുപോകും. പ്രാർത്ഥിക്കുന്ന കാര്യവും ദൈവവചനം കൂടുതലായിട്ട് ധ്യാനിക്കുന്ന കാര്യമൊക്കെ മറന്നു പോകാതിരിക്കാൻ വേണ്ടി നമ്മൾ ഈ ദിവസത്തിന് ഡിക്ലെയർ ചെയ്തു, ഇത് ഞാൻ കർത്താവിനോടുകൂടെ വസിക്കുന്ന ദിവസങ്ങളാണ്. ഒരു മാസത്തിൻ്റെ ആരംഭ ദിവസങ്ങളിൽ ഞാൻ കർത്താവിൻ്റെ കൂടെ വസിക്കുന്നു. അത് തുടർമാനമായിട്ടുള്ള ഈ മാസത്തിൻ്റെ ദിവസങ്ങളെ അനുഗ്രഹിക്കാൻ വേണ്ടിയാണ്. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ഡിസിപ്ലിൻ ചെയ്ത് മാറ്റിവെച്ച് കർത്താവിൻ്റെ സന്നിധിയിലായിരിക്കുക. അപ്പം നമ്മൾ ചിലപ്പം ഭക്ഷണം കഴിക്കാതെ കിടന്ന് ഉറങ്ങിയിട്ട് കാര്യമില്ല. ഭക്ഷണം കഴിക്കാതെ നമ്മൾ ഇരുന്ന് നമ്മുടെ മറ്റുള്ള കാര്യങ്ങളിൽ ഫുൾ ടൈം ഇൻവോൾവായി പിന്നെ വൈകിട്ട് ഭക്ഷണം കഴിക്കുന്നു. അതുകൊണ്ട് കാര്യമാകുന്നില്ല. നമ്മൾ കൂടെ വസിക്കണം. കൂടുതൽ ദൈവത്തോട് അടുത്തിരിപ്പാൻ, പ്രാർത്ഥിക്കുവാനും ദൈവവചനം ധ്യാനിക്കാനും ഈ സമയങ്ങളിൽ നമ്മൾ സമയം ചെലവിടും. അത് നമ്മളെ എന്ത് ചെയ്യും? കർത്താവിനോട് കൂടുതൽ നമ്മളെ അടുപ്പിക്കും. യാക്കോബിൻ്റെ ലേഖനം 4 അടുത്ത് പറയുന്നു, എന്നോട് അടുത്ത് വരുവീൻ, എന്നാൽ ഞാൻ നിങ്ങളോട് അടുത്തു വരും. സങ്കീർത്തനക്കാരൻ 42:1 പറഞ്ഞു, മാൻ നീർത്തോടിനായി കാംക്ഷിക്കുന്നത് പോലെ നമ്മുടെ ഉള്ളം എന്ത് ചെയ്യണം? കർത്താവിനോട് ചേരുവാൻ കാംക്ഷിക്കണം. അപ്പോൾ ഈ 3 ദിവസം നമ്മൾ എന്ത് ചെയ്യണം? കൂടുതൽ കർത്താവിനോട് അടുത്തിരിക്കുവാനായിട്ട് നമ്മളും ശ്രമിക്കണം. അതിനുവേണ്ടി നമ്മൾ നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ കൂടുതൽ പ്രാർത്ഥിക്കുവാനും വചനം ധ്യാനിക്കുവാനും, ഓഫീസിൽ ജോലിയിൽ എവിടെയാണോ ജോലി അവിടെയൊക്കെ ആയിരിക്കുമ്പോൾ ബ്രേക്ക് ടൈമുകളിൽ മറ്റുള്ള ഇൻവോൾവ്മെൻറ്റുകൾ ഒഴിവാക്കിയിട്ട് നമുക്ക് കിട്ടുന്ന സമയങ്ങൾ മാക്സിമമായി പ്രാർത്ഥിക്കാൻ, ദൈവവചനം ധ്യാനിക്കാൻ നമ്മൾ ശ്രമിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ വളരെ അധികം അനുഗ്രഹമായിരിക്കും. അപ്പം ഭക്ഷണം കഴിക്കുന്ന സമയം, ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കുന്ന സമയം, ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്യും? കർത്താവിനോടുകൂടെ അടുത്തിരിക്കുവാൻ ശ്രമിക്കുക. അടുത്തത് അതുകൊണ്ടുണ്ടാകുന്നത് നമ്മുടെ ആത്മീക അധികാരം വർദ്ധിക്കുവാൻ കാരണമാകും. അവൻ നമ്മൾ ഉപവസിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദൈവ സാന്നിധ്യം നമ്മളിലേക്ക് കൂടുതലായി വെളിപ്പെടുമ്പോൾ നമുക്ക് കൂടുതലായി എന്ത് ചെയ്യുന്നു? നമുക്ക് ആത്മീക ശക്തി പ്രാപിപ്പാനും ആത്മീക അധികാരം ഉപയോഗിക്കുവാനും നമ്മളെ സഹായിക്കും. അതുപോലെ ഇന്നലെ കേട്ടതുപോലെ നമുക്ക് ഈ ഉപവാസ ദിവസങ്ങളിലാണ് ഡയറക്ഷൻസുകളും ക്ലാരിറ്റിയും ലഭിക്കുന്നത്. ഡയറക്ഷൻ കിട്ടുന്നു. അത് അന്ന് അപ്പോസ്തലന്മാർ ഉപവസിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവർക്ക് ഡയറക്ഷൻ കിട്ടിയതുപോലെ നമുക്കും എന്ത് ചെയ്യും? നമ്മളെ പരിശുദ്ധാത്മാവ് ദൈവ സാന്നിധ്യത്തിൽ ഇരിക്കുമ്പോഴും ദൈവവചനം ധ്യാനിക്കുമ്പോഴും നമ്മുടെ കൺഫ്യൂഷൻസിനെ മാറ്റി നമുക്ക് ഡയറക്ഷൻസ് തരും. അതുപോലെ ഹെവൻലി ഇൻ്റർവെൻഷനുകൾ നമ്മുടെ ലൈഫിലുണ്ടാകും. ഈ ദൈവ സാന്നിധ്യത്തിലിരിക്കുമ്പോൾ ദൈവികമായ ഇടപെടലുകൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും. അതുപോലെ നമ്മുടെ ആത്മീക മനുഷ്യന് ഒരു ഉണർവുണ്ടാകുവാൻ ഇത് സാധിക്കും. അതുമാത്രമല്ല, നമ്മുടെ മാനസികമായി നമുക്ക് ഭയങ്കര സ്വസ്ഥത കിട്ടും. കാരണം ദൈവ സാന്നിധ്യത്തിലിരിക്കുമ്പോഴും ഭക്ഷണമൊക്കെ മാറ്റിവെച്ച് കർത്താവിനോട് ഇരിക്കുമ്പോൾ മനസ്സിന് ഭയങ്കര സ്വസ്ഥത കിട്ടും. ശരീരത്തിനും നമ്മുടെ മെറ്റബോളിസത്തിന് അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിലെ ചില പ്രവർത്തനങ്ങൾക്കും ഇത് വളരെ എനർജി നൽകും. ഇത് ഡൈജസ്റ്റീവ് സിസ്റ്റത്തെ ഹെൽപ്പ് ചെയ്യും. നമ്മുടെ മെൻ്റൽ പവറിനെ കൂട്ടാൻ ഇത് കാരണമാക്കി തീർക്കും. നമ്മുടെ ബ്ലഡ് ഷുഗറിനെ കൺട്രോൾ ചെയ്യുവാൻ, അതുപോലെ പല കാര്യങ്ങളെ കൺട്രോൾ ചെയ്യുവാൻ ഇത് നമുക്ക് മുഖാന്തരമായി തീരും. അതുകൊണ്ട് ഫാസ്റ്റിംഗ് എല്ലാ നിലയിലും നമുക്ക് അനുഗ്രഹമാണ്. അതോടൊപ്പം പ്രാർത്ഥനയോട് ആകുമ്പോൾ ഇത് രണ്ടും കൂടെ ചെയ്യുമ്പോൾ, പ്രയർ ആൻഡ് ഫാസ്റ്റിംഗ് എന്നാണ് പറഞ്ഞത്, പ്രാർത്ഥിക്കുകയും ഉപവസിക്കുകയും കൂടെ ചെയ്യുമ്പോൾ അത് നമ്മുടെ ജീവിതത്തിൽ വലിയൊരു ബ്ലെസ്സിങ് ആയിത്തീരും. അതുകൊണ്ട് ഇന്ന് ഈ 1-ാം തീയതി നമ്മൾ എടുത്തിരിക്കുന്ന തീരുമാനപ്രകാരം ഇന്ന് നമ്മൾ ഉപവസിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ആത്മാവിൽ നിറഞ്ഞ് ദൈവ സാന്നിധ്യത്തെ മനസ്സിലാക്കി ദൈവത്തോട് കൂടെ ഇരുന്ന് പ്രാർത്ഥിച്ച് ദൈവവചനം കൂടുതൽ സമയം ധ്യാനിച്ച് ആയിട്ട് നമുക്ക് മീറ്റിങ്ങിൽ പങ്കെടുക്കാം. കർത്താവ് നിങ്ങളെ ഓരോരുത്തരെയും അതിനായിട്ട് ഒരുക്കട്ടെ. പുതുമാസം നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ അനുഗ്രഹത്തിൻ്റെ മാസമായി തീരട്ടെ. എല്ലാ പരിമിതികളെയും പൊട്ടിച്ച് പുറത്തു വരുന്ന ഒരു പുതിയ മാസമാക്കി തീർക്കട്ടെ. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. കർത്താവേ, ഈ പ്രാർത്ഥനയും ഉപവാസവും വേണ്ടുന്ന വണ്ണം പ്രാർത്ഥിച്ച് ഉപവസിക്കുവാൻ കർത്താവ് ഞങ്ങളെ സഹായിക്കണം. പങ്കെടുക്കുന്ന എല്ലാവരെയും ബ്ലെസ് ചെയ്യണം. വൈകിട്ടത്തെ മീറ്റിംഗ് അനുഗ്രഹമാക്കി തീർക്കണം. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. അവൻ നമ്മുടെ തലയെ എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്യും. നമ്മുടെ ഭാരപാത്രം നിറഞ്ഞു കവിയും. നന്മയ്ക്കാനെ നമ്മുടെ ആയുഷ്കാലമൊക്കെയും നമ്മളെ പിന്തുടരും. നമ്മൾ ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെ, കടൽക്കരയിലെ മണൽത്തരി പോലെ അത്യന്തം വർദ്ധിച്ചു പെരുകും. വി ആർ ബ്ലെസ്ഡ്, വി ആർ റിയലി ബ്ലെസ്ഡ്, വി ആർ പെർമനൻ്റ്ലി ബ്ലെസ്ഡ് ആൻഡ് ഹൈലി ഫേവർഡ്. ഗോഡ് ബ്ലെസ് യു, ഗോഡ് ബ്ലെസ് യു, ഗോഡ് ബ്ലെസ് യു.